കൊല്ലത്ത് മുകേഷ് N.K. പ്രേമചന്ദ്രനെ മലർത്തുമോ? നോക്കാം വിശദമായി. ഉദ്യോഗത്തിന്റെ നിമിഷങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ലോക്സഭാ ഇലക്ഷൻ എത്തുകയായി. ജനപിന്തുണ തേടി കൊല്ലത്ത് രണ്ട് പ്രമുഖ നേതാക്കൾ ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കൊപ്പെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ഇടതുവിട്ട് വലതിൽ ചേക്കേറി MP സ്ഥാനം നേടിയ RSP പ്രവർത്തകൻ N.K. പ്രേമചന്ദ്രനും ഇടതുപക്ഷ സഹയാത്രികനായ കൊല്ലം MLA മുകേഷും പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ വിജയം ആർക്കൊപ്പം എന്ന ജനവിധി നോട്ടമിട്ടിരിക്കുകയാണ് ജനം. വലത് നേതാവായ പ്രേമചന്ദ്രന് പറയാനുള്ളത് കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ താൻ ഏറെ പണിപ്പെട്ടു എന്നതാണ്. എന്നാൽ കേന്ദ്ര പദ്ധതികൾ സമയാധിഷ്ഠിതമായി നടപ്പിലാക്കാൻ കേരള സർക്കാർ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാർ കേന്ദ്രത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുകയും പദ്ധതി പ്രദേശം കണ്ടെത്തുന്നതു മുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും കേന്ദ്രത്തിന് കൈമാറിയതിൽ ഭരണപക്ഷം വ്യക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ വികസനത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വ്യക്തമായ പങ്കുണ്ടെന്ന് വിസ്മരിക്കാനാവാത്ത ഒന്നാണ്. KMML ബന്ധു നിയമന വിവാദത്തിനെതിരെ ശബ്ദമുയർത്തിയതും നഷ്ടത്തിലായിരുന്ന KMLന്റെ വളർച്ചയ്ക്ക് നെടുതൂണായതും ഇടതുപക്ഷ ഗവൺമെന്റ് വിസ്മരിച്ചുകൂടാ. കേന്ദ്രത്തിൽ BJP മുന്നണിയുടെ അകത്തട്ടിലുള്ള ആൾബലം കണ്ട് ഭയന്ന് വിറയ്ക്കാറുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രേമചന്ദ്രൻ എന്ന സമവായ ചർച്ചക്കാരൻ എന്നും ആശ്വാസമാണ്. പെട്രോൾ വില കൂട്ടിയെന്ന പേരിൽ നടുക്കളത്തിലിറങ്ങി പ്രഹസനം കാട്ടി രാത്രിയിൽ നരേന്ദ്രമോദിയുമായി തമാശ പറയുന്ന N.K. പ്രേമചന്ദ്രൻ എന്ന MP-യുടെ മുഖം തിരിച്ചറിയാത്തവരായി ഡൽഹിയിൽ ആരും തന്നെയില്ല. എന്നാൽ വില വർധനവിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഇരു കൂട്ടർക്കും ഭയമാണ്. വില വർധനവ് കുറയ്ക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതുവരെ സമരപ്പന്തലിൽ നിരാഹാര സത്യാഗ്രഹത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഭയക്കുന്ന ഇരുമുന്നണികളും ഇന്നും ആ സമരമുഖത്തെ ഭയപ്പെടുന്നു എന്ന് തന്നെ പറയാം. സാമൂഹിക മാധ്യമങ്ങളിൽ സ്നേഹ സന്ദേശവുമായി ഒരുമിക്കുന്ന കോൺഗ്രസ് BJP നേതാക്കൾക്ക് ഇടതിന്റെ വിമർശനം ചെറുതൊന്നുമല്ല വേട്ടയാടുന്നത്. കയർ കശുവണ്ടി വ്യവസായങ്ങളിൽ കൊല്ലം മാതൃകയാകുന്നതും കമ്മ്യൂണിസ്റ്റ് ചിന്താധാരകൾ തന്നെയാണ്. നീണ്ടകര മത്സ്യബന്ധന തുറമുഖത്തിന്റെ വളർച്ചയ്ക്കും ഇടതുപക്ഷത്തിന്റെ വ്യക്തമായ സ്വാധീനം എങ്ങും കാണാം. മത്സ്യത്തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും എന്തിനേറെ കയർ തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് പരിഹാരം കാണാനും കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേണ്ടതിലധികം സമയം ഇപ്പോഴും കണ്ടെത്തുന്നുണ്ട്. ഷിബു ബേബി ജോണിന്റെ ഗൂഗ്ലിയായ N.K. പ്രേമചന്ദ്രനെ കൊല്ലത്തിന്റെ അഭിമാനമായി കാണുന്ന സന്മനസ് ഒന്നും നാട്ടുകാർക്ക് ഇല്ലെന്ന് തന്നെ പറയാം. രാഷ്ട്രീയ കഥകളിയും നാട്ടരങ്ങും നാട്ടുവൈദ്യവും ആഘോരം പ്രാസംഗിക സ്ഥാനവും ഒഴിച്ചാൽ ഒന്നും കൈമുതലായി ഇല്ലാത്ത പ്രേമചന്ദ്രന് ഉച്ചഭാഷിണികളുടെ അനുഗ്രഹമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. കേരളത്തിന്റെ ഒറ്റുകാരനായി കേന്ദ്രത്തിന്റെ കസേരയിൽ ഇരിപ്പു തുടരുന്ന ഈ ലാളിത്യനായ വഞ്ചകനെ പിടിക്കാൻ ഉറച്ച് CPM-ഉം CPI-യും മറ്റ് ഇതര സംഘടനകളും കൊല്ലത്ത് തമ്പടിച്ചു കഴിഞ്ഞു. ലോക്സഭയിലെ ദീനദയാലുവിനെ തിരഞ്ഞ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഭരണകൂടവും